എല്ലാ ദിവസവും രാവിലത്തെ കാഴ്ചകളല്ലേ കാണാറ്. അപ്പൊ ഇന്ന് സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ഉച്ച സമയാണ് കേട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ രാവിലെ നല്ല മഴയാണ്. ഉച്ചയ്ക്ക് ഒരു 2:30ക്ക് ശേഷം നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ മേലെ ഇട്ടിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തിട്ടു. ഇതൊന്നും നല്ല രീതിയിൽ വിരിച്ചിടുന്നില്ല, കാരണം എല്ലാം ഉണങ്ങിയതാണ്. എന്നാലും നമ്മൾ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഈർപ്പം കൊണ്ടുള്ള ആ ഒരു മണമൊക്കെ പോയി കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടതാണേ. ഒന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ മടക്കി വെക്കാലോ, നല്ല ചൂടോടുകൂടെ മടക്കി വെക്കാന്നുള്ളത്. അപ്പോൾ വസ്കുട്ടൻ അംഗനവാടിയിൽ പോയിട്ടാണുള്ളത്, സാൻവി സ്കൂളിലും പോയിട്ടാണുള്ളത്. അപ്പം ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ടൈമിൽ എൻ്റെ പണി ഫോൺ നോക്കുക, കാരണം ഒരുപാട് വീഡിയോസും എഡിറ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികൾ എനിക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. പിന്നെ ഒരു 3:15 ആയപ്പോൾ ലാലോട്ടനുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാനും ലാലോട്ടനും കൂടെ നേരെ അംഗനവാടിയിലേക്ക് പോയി വസ്കുട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ലാലോട്ടനാണ് വണ്ടിയിൽ വരുന്നതെന്ന് ഓൻ അറിയില്ല കേട്ടോ. ഓനിങ്ങനെ കാത്തിട്ട് ആ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷനായി കേട്ടോ ആള്. ഒരു മുഖത്തൊക്കെ സങ്കടവും ചിരിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ളൊരിത് എനിക്കും കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടമായിപ്പോയി. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ ഓനൊന്ന് സൂം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്, പിന്നെ ഒന്നും എടുത്തില്ല. വണ്ടിയിൽ കയറിയപ്പോഴുള്ള സന്തോഷം കണ്ടോ, ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ വണ്ടിയിൽ കൂട്ടാൻ പോയപ്പോൾ സാധാരണ ഞാനോനെ നടത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറ്. ഇന്നിപ്പോൾ ലാലോട്ടനുള്ളത് കൊണ്ട് വണ്ടിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇതാ വീട്ടിലെത്തി. ലാലോട്ടൻ തിരിച്ചു പോയി. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ എന്തൊക്കെയോ ചെടിയൊക്കെ നടന്നാണ്. ഇവനാണെങ്കിൽ അംഗനവാടിയിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടാണ് കേട്ടോ പോവാ. കാരണം അപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അവരതൊക്കെ മാറ്റി കൊടുത്തിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ മടക്കി വെക്കുന്നതാണ്. പിന്നെ ഞാൻ നേരെ പോയിട്ട് ഒരു മാങ്ങ എടുത്തു. കുറച്ച് ഷെയ്ക്ക് പോലെ ഷെയ്ക്ക് പോലെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനിടയിൽ വസൂര് ഓറിയോ ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ ഒന്ന് ഞാനും എടുത്തു തിന്നു. കാരണം ഈ പിള്ളേരുടെ മാത്രം ഹെൽത്ത് നോക്കിയാൽ പോരാ, നമ്മളും ഇടയ്ക്കൊക്കെ നോക്കണം. അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ മുറിച്ചിട്ട് ഇത്തിരി പാലും ഒഴിച്ച് പഞ്ചസാര ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു നട്ട്സ് പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് ഒരു ഷേക്കൊക്കെ അടിച്ചു വെച്ചു. അപ്പോൾ വസു കുടിച്ചിട്ടുണ്ട്, സാൻവി കുടിച്ചിട്ടില്ല. അതിന് ശേഷമാണ് സാൻവി വരുന്നത്. സാൻവി വരുന്നതിന് മുന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ അടിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ സാൻവിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേഗം കൈയൊക്കെ കഴുകിയിട്ട് വേഗം നമ്മളുടെ നാരങ്ങ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നാരങ്ങ വെള്ളം ആക്കുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ സാൻവി വന്ന ഉടനെ തന്നെ അവളുടെ പാത്രം അവിടെ കഴുകി വെക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ ഇവളിത് കഴുകിയിട്ടാണ് കൊണ്ടുവരിക, ചില ദിവസങ്ങളിൽ ഇവളിത് കഴുകുമല്ലോ കേട്ടോ. കാരണം ഇതിൽ ഫുഡ് ബാക്കി ഉണ്ടായി കഴിഞ്ഞാൽ താഴേന്ന് എച്ചം അത് മുഴുവനായിട്ട് തിന്നിപ്പിക്കും. അപ്പൊ ഇവളത് പേടിച്ചിട്ട് എന്ത് പണിയെടുക്കുമെന്ന് വെച്ചാൽ എല്ലാം മൂടി വെച്ചിട്ട് ബാഗിലിട്ടിങ് കൊണ്ടുവരും. ഫുഡ് മുഴുവനായിട്ട് കഴിക്കുന്ന ദിവസം ഇവള് പാത്രം കഴുകും, മുഴുവനായിട്ട് കഴിച്ചില്ലെങ്കിൽ ഇവള് പാത്രം കഴുകൂല. അപ്പോൾ ഇന്ന് പാത്രം കഴുകിയിട്ടില്ല, എന്തൊക്കെയോ വേസ്റ്റുകളുണ്ട്. എങ്ങനെ കഴുകി കൊണ്ടുവന്നാലും ഞാനിവിടുന്ന് സോപ്പിട്ട് കഴുകും, കാരണം അവിടെ സ്കൂളിൽ സോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ കഴുകി വെക്കാണ്. സാൻവിൻ്റെ ടിഫിൻ ബോക്സ് ഒക്കെ നമ്മൾ ഈ വർഷം മാറ്റിയതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവൾ ഒരേ ടിഫിൻ ബോക്സ് ആയിരുന്നു എടുക്കുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ ടിഫിൻ ബോക്സ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വെച്ച് വസു അവിടെ നിന്ന് എന്തോ കളിക്കുന്നുണ്ട്. സാൻവിൻ്റെ കൂടെയാണെന്ന് തോന്നുന്നു. സാൻവിനെ മേല് കഴുകാൻ വിട്ടിട്ടുണ്ട്. രാവിലെ കുളിക്കും, വൈകുന്നേരം വന്നിട്ട് മേല് കഴുകും. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. പിന്നെ നമ്മളുടെ ലോങ് വീഡിയോസിൽ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം നമ്മളുടെ ഡെയിലി വീഡിയോസ് കാണാനാണ് എന്നാണ് കേട്ടോ. നമ്മളുടെ ഈ അൽഗോരിതം ഇതൊക്കെ നോക്കുമല്ലോ, അതിൽ കൂടുതൽ ആൾക്കാർക്ക് നമ്മളുടെ ഡെയിലി വ്ളോഗ്സ് കാണാനാണ് ഇഷ്ടം എന്നാണുള്ളത്. കാരണം നമ്മളൊരു വീഡിയോസ് ഇട്ടാൽ തന്നെ അതിൻ്റെ ഒരു റീച്ച് കാണുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഡെയിലി വ്ളോഗ്സിനാണ് ആൾക്കാർക്ക് താല്പര്യം. അപ്പോൾ ഞാൻ വിചാരിക്കും ദിവസവും ഇത് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കുമല്ലോ എന്നുള്ളത്. പക്ഷെ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ളൊരു വീഡിയോ ഇടരുതോ, രാവിലെ മുതൽ രാത്രി വരെയുള്ള. സത്യം പറഞ്ഞാൽ നമ്മളോട് മറന്നു പോകും പല കാര്യങ്ങളും ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് സാൻവിക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ കുറച്ചു നേരം സാൻവിൻ്റെ തലയൊക്കെ നോക്കി ഒന്ന്. അപ്പോഴത്തേക്കും വസുദേ പപ്പേൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ വസു ആണ് കേട്ടോ ഈ പപ്പിൻ്റെ ഏറ്റവും വലിയ ആള്. അങ്ങനെ വസു കറങ്ങാൻ പോയി. അപ്പോൾ പിന്നെ പിള്ളേർ ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന്. അതിനുശേഷം വസു ഇതേ പപ്പേൻ്റെ കൂടെ പോയിട്ട് ഒരു 3-4 ഐസ്ക്രീമും കൊണ്ടാണ് കേട്ടോ വന്നത്. കഫവും ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിലും
ഈ ഐസ്ക്രീമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റൂല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാനും ഒന്ന് കൊണ്ടുവന്ന് ഐസ്ക്രീം ഒന്ന് എടുത്ത് കുടിച്ചു. ഇവരൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. ഞാനാണെങ്കിൽ ലാലോട്ടെങ്ങാൻ പെട്ടെന്ന് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തീർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം. അതിനുശേഷം ഇനി വൈകുന്നേരത്തെ പണിയാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ കുറച്ച് സേമിയത്തിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ഈ പിള്ളേർ രണ്ടാളും വന്ന് പറയുന്നത്, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുമല്ലോ, അതാണ് കേട്ടോ വസു ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാഗി ഉണ്ടായിരുന്നു ലേശം, അപ്പോൾ അതും ഉണ്ടാക്കി കൊടുത്ത് രണ്ടാളെയും അടുക്കളയിൽ ഇരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അകത്തേക്ക് അങ്ങോട്ടേക്ക് പോവണ്ട, കാരണം ഞാൻ എല്ലാം അടിച്ചു വാരിയിട്ട് വന്നതാണ്. ഇവരവിടെയൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അടിച്ചു വാരേണ്ടി വരും. അങ്ങനെ അവിടെ ഇരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സേമിയത്തിൻ്റെ ഉപ്മാവ് ആക്കി. അങ്ങനെ നമ്മളെല്ലാവരും എന്നിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പുറത്ത് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പക്ഷെ ക്യാമറ ഈ ഒരു ഭാഗത്തായിപ്പോയി. ഞാൻ വിചാരിച്ചത് അത് തിരിഞ്ഞിട്ടാണുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അവരെ കിട്ടിയില്ല. പിന്നെ നമ്മളുടെ അവസാന യുദ്ധമാണ്, ഒരു ദിവസത്തെ അവസാന യുദ്ധമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുന്നതാണ് എന്ന് തന്നെ പറയാം. പാത്രം കഴുകല് നമ്മൾ വൈകുന്നേരം ഒരു 6:45 7 മണിയാവുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും കേട്ടോ. 7:15 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ അടുക്കള ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരില്ല കേട്ടോ. ഞാൻ വരും വസുവിനോ സാൻവിക്കോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ സാൻവിനെ കുറച്ചു നേരം പഠിപ്പിക്കാനിരുന്നു. ഇന്നിത് എൻ്റെ മടിയിൽ വസ്കുട്ടനും വന്നിരുന്നിട്ടുണ്ട്. ഓനെയും കൊണ്ട് എനിക്ക് പഠിപ്പിക്കാനേ പറ്റൂല. ഓനെ ഞാൻ പുറത്തിട്ടിട്ട് വാതിലടച്ചിട്ടാണ് പഠിപ്പിക്കാറ്. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം സാൻവി ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കുകയാണ്. അതിനിടയിൽ ആ മേശയൊക്കെ ഒന്ന് അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ വൃത്തിയാക്കി. അതിനിടയിൽ നമ്മളുടെ ഇവിടെ ഈ ബാഗൊക്കെ തൂക്കിയിട്ടെടുത്തും ഒക്കെ ഒന്ന് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മേശ വൃത്തിയാക്കാൻ നിന്ന ഞാൻ ഒരുപാട് സാധനങ്ങൾ ഈ റൂമിൽ വൃത്തിയാക്കി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചധികം തന്നെ ബാഗുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ എൻ്റെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവൾ ബാംഗ്ലൂരാണ്, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ കനിവ് കൊണ്ട് എനിക്ക് തന്ന പഴയ കുറേ ബാഗുകളാണ് കേട്ടോ. പഴയതും പുതിയതും ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ പിള്ളേർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി അടുക്കള പൂട്ടിയതായിരുന്നു. ആ കാര്യം നിങ്ങൾ ആലോചിക്കണം. പിന്നെയും ഞാൻ തുറക്കേണ്ടത് വന്നത് ഇവറ്റകളെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ വേഗം ഒരു മുട്ട ദോശ, കുറച്ച് അരിപ്പൊടിയും മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു കാട്ടിക്കൂട്ടൽ മുട്ട ദോശ. ഇവർ വിശക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വേഗം രണ്ടാൾക്കും അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരതൊക്കെ ഇരുന്ന് കഴിച്ചോളും. പിന്നെയും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലീനിങ് പരിപാടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടതാണെന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ആ ചെറിയൊരു മേശ, സാൻവിൻ്റെ മേശ മാത്രം വൃത്തിയാക്കാൻ നിന്ന ഞാനാണ് ആ റൂം മൊത്തം വൃത്തിയാക്കേണ്ട വന്നു എന്നുള്ളതാണ് സത്യം. അതിൽ ഞാൻ എൻ്റെ ഡ്രസ്സിങ് അലമാര മാത്രമേ വൃത്തിയാക്കാത്തതുള്ളൂ. അതും കൂടെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഉറങ്ങലുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട്. അപ്പോൾ രണ്ടാളും ആണെങ്കിൽ ഈ ഇത് കിട്ടുന്നത് വരെ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അടുക്കളയിൽ നിന്ന്. എനിക്കാണെങ്കിൽ ഇവരിങ്ങനെ അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ പേടിയാണ്. കാരണം ഗ്യാസ് താഴെയാണ്. ഒന്നാമത് വസു ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ, വസു ആണെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ പിടിച്ച് കയറുന്നുണ്ടേ. അപ്പോൾ രണ്ടാൾക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ റൂം തന്നെ ഞാനൊരു പുണ്യാഹം തളിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മേലൊക്കെ കഴുകി വന്നു, ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇനി നമ്മൾ ഉറങ്ങാൻ കിടക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബായ്.